രാഹുൽ വിജയൻ കൂടി നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഒരു 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ജീവൻ നഷ്ടമാവുന്ന നില ഉണ്ടായിരിക്കുന്നത്. അമർലാഹിയുടെ കുടുംബത്തെ ഈ ഘട്ടത്തിൽ ആശ്വസിപ്പിക്കുക, എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക എന്നുള്ള കാര്യം അറിയില്ല. മന്ത്രി അവിടേക്ക് എത്തുന്നുണ്ട്, ജനപ്രതിനിധികൾ എത്തുന്നുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലായി പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഖബറടക്കം അതിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞോ? എന്താണ് പുതിയ വിവരങ്ങൾ, രാഹുൽ വിജയൻ? റിജിത്ത്, ആരൊക്കെ എത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചാലും എത്ര ലക്ഷം രൂപ നൽകിയാലും നഷ്ടപ്പെട്ട ജീവന് പകരമാവില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ കാട്ടാന ആക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അമറിൻ്റെ ബന്ധു, പിതാവിൻ്റെ സഹോദരൻ നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിക്കുകയുണ്ടായി. അതായത് ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേറ്ററിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് പോയി കുടുംബത്തിൻ്റെ അത്താണിയായി കഴിഞ്ഞിരുന്ന ആളായിരുന്നു അമർ. ഇന്നലെയും ജോലിയുള്ള ദിവസമായിരുന്നു, പക്ഷേ ഇന്നലെ പോകാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ജീവൻ നഷ്ടപ്പെടില്ല എന്നുള്ളൊരു വിഷമം അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിൽ ഖബറടക്കം ഉണ്ടാകും. അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉയരുന്നുണ്ട്. ജനപ്രതിനിധികളൊക്കെ എത്തുമ്പോഴും, മന്ത്രിയാണെങ്കിലും എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും അവരെത്തുമ്പോഴും അവരുടെ ആശങ്കകൾ, പ്രതിഷേധം ഒക്കെ അവരെ അറിയിക്കുകയാണ്. കാരണം ഈ കാലങ്ങളായിട്ട് തുടരുന്ന ഒരു കാട്ടാന ശല്യമല്ല ഈ പ്രദേശത്ത്. വളരെ ചുരുങ്ങിയ കാലയളവിൽ, അതായത് 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ പ്രദേശത്ത് കാട്ടാന ശല്യം തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ഇതങ്ങനെ ഒരു പ്രദേശമായിരുന്നില്ല, ഒരു വന്യജീവികൾ അങ്ങനെ ഇറങ്ങുന്ന ഒരു പ്രദേശമായിരുന്നില്ല. ഈ സമീപകാലത്തൊരു വന്യജീവി ശല്യം രൂക്ഷമാകുന്നു. അങ്ങനെ ഒരു കാട്ടാന ആക്രമണത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് മുള്ളരിങ്ങാട് മാറുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശങ്കയും പ്രതിഷേധവും നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അത് എത്ര പറഞ്ഞാലും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ അനിവാര്യമായ കാര്യമാണ്. അത് അടിയന്തരമായി നടപ്പാക്കേണ്ടതുമാണ്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും ഇനിയെങ്കിലും അതിനൊരു വേഗത കൂട്ടേണ്ടത് അത്യാവശ്യമായ കാര്യമാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതിൽ കാലതാമസം ഉണ്ടാവരുത്. മന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു ചെറിയ പ്രതികരണം വന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നടപടിയെപ്പറ്റി ആലോചിക്കൂ എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഒരു പ്രതികരണം വന്നിരുന്നു. പക്ഷേ അങ്ങനെയല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോഴല്ല, അതിനു മുമ്പ് തന്നെ ഇതിനുള്ളൊരു നടപടി ഉണ്ടാകണം, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ വീണ്ടും ഉണ്ടാകുമെന്ന് നാട്ടുകാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അടിയന്തരമായി ഫെൻസിങ്ങും കിടങ്ങും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഈ ആനകളെ ഉൾവനത്തിലേക്ക് തുരത്തുക എന്നതടക്കമുള്ള നടപടികൾ അടിയന്തരമായി ഉണ്ടാകേണ്ടതാണ് എന്നുള്ളത് നാട്ടുകാർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്.